ഹലോ ഗൈസ്, മണ്ടത്തരങ്ങൾ പറ്റാത്ത ആരാ ഉള്ളതല്ലേ? പക്ഷെ എന്നെ പോലെ ഡെയിലി മണ്ടത്തരങ്ങൾ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പറ്റിയ മണ്ടത്തരം ഞാൻ പറയാം കേട്ടോ. രാവിലെ വെള്ളയപ്പത്തിന് കൂട്ടി വെച്ചപ്പോൾ എന്തോ ഒരു ഐറ്റം ഇടാൻ ഞാൻ മറന്നു പോയിട്ടോ. പക്ഷെ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്കത് എന്താണെന്ന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഒരു ഉറക്കവും കഴിഞ്ഞ ഒരു കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടോ കാര്യം എനിക്ക് കത്തിയത്. വേറെ ഒന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ സാധനമാണ്. ഈ ചെറിയ സാധനത്തിന് ഭയങ്കര പവറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റാണ്. ഈസ്റ്റ് പോയിട്ട് ഒരു ബൂസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ തപ്പിയിട്ട് വേഗം തന്നെ കടയിൽ പോയി ഈസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മണ്ടത്തരം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈസ്റ്റൊക്കെ കുറച്ച് അധികം ഞാനിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ അടിച്ചു വെച്ച മാവാണ്, വീണ്ടും അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുനുകുനാ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കടലക്കറിയാട്ടോ. പിന്നെ ചെമ്മീൻ റോസ്റ്റിനുള്ള തക്കാളിയും കൂടെ അരിയുന്നുണ്ട്. നോമ്പ് തുറന്നാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങളും ഞാൻ കലക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് നാരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റേയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം നോമ്പും കൂടിയാണ്. നാരങ്ങക്കാണെങ്കിൽ ഒടുക്കത്തെ കട്ടി. പിന്നെ പഞ്ചസാര ഞാൻ നോക്കിയില്ല, അത് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം മധുരം നോക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, നോമ്പല്ലേ. അപ്പോൾ ഇതാ നല്ലോണം അതൊക്കെ കലക്കി സെറ്റാക്കി വെച്ചപ്പോഴാണ് മക്കളെ നല്ലൊരു ഇരുട്ട് തോന്നിയത് കേട്ടോ. നല്ലൊരു മഴക്കോള് വെളുപ്പിന് തൊട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉടുപ്പൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അലക്കിയതൊന്നും ഉണങ്ങാണ്ടിരിക്കാൻ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ പോയി ഉടുപ്പൊക്കെ എടുത്ത് അകത്തോട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തിടലും മഴ നച്ചു എന്ന് പറഞ്ഞൊരു വേക്കലും കേട്ടോ. നല്ലോണം പെയ്തിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചൂടിനൊക്കെ ഒരു ക്ഷാമം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട്